ഇന്ത്യ ക്ഷമയോടെ കാത്തിരിക്കണം. ഡൊണാൾഡ് ട്രംപിൻ്റെ പദ്ധതികൾ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. ഇത് പറയുന്നത് ഒരു ലോക പ്രശസ്ത വ്യക്തിയാണ്. എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് നോക്കാം. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്കുമേൽ താരിഫിൻ്റെ മേൽ താരിഫും ചുമത്തുകയാണ്. എന്നാൽ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം അമേരിക്കയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ട്രംപ് കനത്ത നികുതി ഏർപ്പെടുത്തുന്നതിനെ തുടർന്ന് പല രാജ്യങ്ങളും രോഷാകുലരാണ്. അദ്ദേഹത്തിൻ്റെ നയത്തെ വിമർശിക്കുകയും ചെയ്യുന്നു. അടുത്തിടെ അദ്ദേഹം ഇന്ത്യക്ക് 50% തീരുവയാണ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം അമേരിക്കയുടെ നയത്തിനെതിരായ വിമർശനം എല്ലാ വശങ്ങളിൽ നിന്നും ആരംഭിച്ചു. ട്രംപിൻ്റെ നയം കാരണം ഇന്ത്യ നിരാശരാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ താരിഫ് അമേരിക്കയ്ക്കും വളരെ ദോഷകരമാണെന്നാണ് തെളിയുന്നത്. ട്രംപ് റഷ്യയെ ദോഷകരമായി ബാധിക്കാൻ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ താരിഫ് നയം വിപരീത ഫലമുണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുമാനം കാരണം ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടേക്കാം. 3 രാജ്യങ്ങളും ഒന്നിച്ചാൽ ട്രംപിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കും. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്തിടെ റഷ്യ സന്ദർശിച്ചിരുന്നു. ഇതിനു പുറമെ SEO ഉച്ചകോടി ചൈനയിലാണ് നടക്കാനിരിക്കുന്നത്. ട്രംപുമായുള്ള സംഘർഷങ്ങൾക്കിടയിലും മോദിയെ സ്വാഗതം ചെയ്യാൻ ചൈന ആഗ്രഹിച്ചു. മാത്രമല്ല, ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ സമീപ ഭാവിയിൽ ഇന്ത്യയിലേക്ക് വന്നേക്കാം. ഈ പ്രവർത്തനങ്ങളിലെല്ലാം പ്രത്യേക നയതന്ത്ര ബന്ധങ്ങൾ വർദ്ധിച്ചേക്കാമെന്നും അത് അമേരിക്കയെ ബാധിച്ചേക്കാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഇന്ത്യ, റഷ്യ, ചൈന അമേരിക്കയ്ക്കെതിരെ ഒന്നിച്ചാൽ അങ്കിൾ സാം കുഴപ്പത്തിലായേക്കുമെന്നാണ് പല വിദഗ്ധരും ട്രംപിനെ കളിയാക്കിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ട്രംപിൻ്റെ താരിഫ് നീക്കം അസംബന്ധമെന്നാണ് സ്റ്റീവ് ഹാങ്സ് പറയുന്നത്. ട്രംപിൻ്റെ താരിഫ് തീരുമാനം തികഞ്ഞ അസംബന്ധവും വിഡ്ഢിത്തവുമാണെന്നാണ് ജോൺസ് ഹോപ്കിൻസ് സർവകലാശാല പ്രൊഫസറും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിട്ടുള്ള സ്റ്റീവ് ഹാങ്കെ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് സ്വയം നശിക്കുകയാണ്, അല്ലെങ്കിൽ അമേരിക്കയെ നശിപ്പിക്കുകയാണ്. ഇന്ത്യക്ക് മേൽ US ചുമത്തിയ താരിഫുകളെക്കുറിച്ചുള്ള വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ക്ഷമയോടെ ഇരിക്കണം, നെപ്പോളിയൻ്റെ ഉപദേശം പിന്തുടരണം, ശത്രു സ്വയം നശിപ്പിക്കുമ്പോൾ ഒരിക്കലും ശത്രുവിൻ്റെ മേൽ തടസ്സം സൃഷ്ടിക്കരുത്. അതായത് ട്രംപ് സ്വയം നശിക്കുകയാണ്, അങ്ങനെയുള്ള ട്രംപിൻ്റെ മുകളിൽ നിങ്ങൾ ഒരിക്കലും തടസ്സം സൃഷ്ടിക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ട്രംപിൻ്റെ ചീട്ടുകൊട്ടാരം പോലുള്ള സാമ്പത്തിക നയങ്ങൾ ഉടൻ തകരും. അമേരിക്കക്കാരുടെ ചെലവ് മൊത്ത ദേശീയ ഉൽപ്പാദനത്തെക്കാൾ വളരെ കൂടുതലാണ്. ഇതുമൂലം അമേരിക്ക വലിയ വ്യാപാര കമ്മി നേരിടുന്നു. അതിനാൽ ട്രംപിൻ്റെ താരിഫ് നയം പൂർണ്ണമായും അനുചിതമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ട്രംപ് അമേരിക്കയ്ക്ക് ഒരു ശാപമാണെന്നാണ് ഇപ്പോൾ അമേരിക്കക്കാരടക്കം പറയുന്നത്. ട്രംപിൻ്റെ നയത്തെ മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടണും ശക്തമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.